പ്രതീക്ഷയല്ല, അത് ചിന്തിക്കാൻ ഏത് തരത്തിലുള്ള ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അഭിനയത്തിലൂടെയാണ്, ആക്ഷൻ സീൻസിലൂടെയാണ്, അഭിനയത്തിലൂടെ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്തത് ശ്രീജിയോടൊരു കാര്യം വ്യക്തിപരമായിട്ട് സമീപിക്കാൻ തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ സാജനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, AK സാജൻ ഉണ്ട്. ഞങ്ങളെല്ലാവരും സംസാരിക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച എക്കാലത്തെയും 3 തിരക്കഥകൾ എടുക്കാൻ പറഞ്ഞാൽ ആ ഒരു 10 തിരക്കഥ എടുക്കുകയാണെങ്കിൽ 15 തിരക്കഥ എടുക്കുകയാണെങ്കിൽ അതിലൊരു 3 ശ്രീജിയുടെ. അതിന് ഞങ്ങൾക്കൊന്നും യാതൊരു സംശയമില്ല, നിങ്ങൾക്കും സംശയം ഉണ്ടാകാൻ വഴിയില്ല. ഒപ്പം ശ്രീനിയേട്ടൻ്റെ വലിയൊരു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അതെല്ലാം മാറ്റിവെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഈ വൺ ലൈനേഴ്സ്, അതിൻ്റെ ഏറ്റവും ആദ്യം അത്തരത്തിലുള്ള ഡയലോഗ് റൈറ്റിംഗ് കൊണ്ടുവന്ന ഒരാളാണ് ശ്രീനിയേട്ടൻ. ചിന്താവിഷ്ടയായ ശ്യാമളയിൽ കുട്ടികളെ ഓട്ടോറിക്ഷയിൽ കയറ്റാൻ പറ്റാതെ ശ്യാമള കുട്ടികളെ പിടിച്ച് അകത്തേക്ക് വരുമ്പോൾ ശ്രീനിയേട്ടൻ്റെ ക്യാരക്ടർ ചോദിക്കുന്നത് എന്ത് പറ്റി ശ്യാമളയിൽ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർ പോകുന്ന ഓട്ടോറിക്ഷയുടെ വർക്ക്ഷോപ്പ് നടത്തുന്ന വാസുവാണ്, അല്ലാതെ അയ്യപ്പനല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡയലോഗ് എഴുതുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. ഉദയനാണ് താരത്തില് മീന മോഹൻലാലിനെ ഫോൺ ചെയ്തിട്ട്, മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഫോൺ ചെയ്തിട്ട് പറയുന്നത് ഒരു ഫോണിലൂടെയാണ് നമ്മൾ ഒരുമിച്ചത്, ഈ ഒരു ഫോണിലൂടെ നമ്മൾ പിരിയുന്നു. ഇത് അസാധാരണമായിട്ടുള്ള ഒരു ഡയലോഗ് റൈറ്റിംഗ് ആണ്. ഒരൊറ്റ ലൈനിൽ അവർ എത്രത്തോളം ഇമോഷൻസ് ആണ് ഉള്ളടങ്ങുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുപോലെ അച്ഛനായിരുന്നു ഞാൻ വിചാരിച്ചു വല്ല പുസ്തക മുതലാളിയുമായിരിക്കുന്നത് എന്ന് പറയുന്നത് മലയാളത്തിലെ അതിനേക്കാൾ അപ്പുറം ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ എഴുതിയ ആളാണ് ശ്രീനിയേട്ടൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ശ്രീനിയേട്ടന്റെ ഒരു തിരക്കഥയ്ക്ക് ഞങ്ങൾ ഉണ്ടാവുന്നതാണ്. ശ്രമത്തിലാണ് അദ്ദേഹം വൈകാതെ സാധിക്കുന്നതായി വിചാരിക്കുന്നത്. ഇത്രയും ഡയലോഗുകളൊക്കെ ഒട്ടി ഓർമ്മിക്കുന്നുള്ളത് ഞാൻ പോലും വിചാരിച്ചില്ല. നന്ദി സന്തോഷം. അല്ല, ഇതിന് ശരിക്കും നന്ദി പറയേണ്ടത് ശ്രീനിയേട്ടനാണ്. അതായത് ശ്രീനിയേട്ടൻ നമ്മളോടല്ല നന്ദി പറയണം. കാരണം ഇത് എന്റെ മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കും എനിക്ക് തോന്നുന്നു ശ്രീനിയേട്ടന്റെ ഇതുപോലത്തെ 10 ഡയലോഗെങ്കിലും പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.